ഹായ് എവരിവൺ, എല്ലാവർക്കും ഡോക്ടർ മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഞാൻ ഇവിടെ നിന്ന് ഷോർട്ട് സൈഡിലോട്ട് എൻട്രി എടുത്തിട്ടുണ്ട്. സ്പോട്ടും ഈ സൈഡിൽ ഫ്യൂച്ചറുമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുന്ന് എൻട്രി. ചെറിയൊരു മൂവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബേസിക് ആയിട്ട് കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ മാർക്കറ്റ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് മൂവ് ആകുകയാണ്. ഇവിടെ നോക്കുക, സ്ട്രോങ് ആയിട്ട് ഏകദേശം 650 പോയിന്റ്സിന്റെ ഒരു സ്ട്രോങ് മൂവ് വന്നു. അപ്പം ഇങ്ങനെയുള്ള മൂവ് വന്ന സമയത്ത് ഞാൻ എന്തിന് ആ ട്രെൻഡിനെ എഗെയിൻസ്റ്റ് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഇതൊരു ആദ്യത്തെ ഒരു മണിക്കൂറത്തെ ഹൈ ആണ്. ഈ ഒരു ഏരിയ നോക്കുക, ഈ ബ്ലൂ ലൈൻ ആദ്യത്തെ ഒരു മണിക്കൂറത്തെ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ഹൈ ആണ്. ആ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ഹൈയെ ഇത് വന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. ഈ ഒരു ക്യാൻഡിൽ നോക്കുക, സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറത്തെ ഹൈക്ക് എബോവ് തന്നെ മാർക്കറ്റ് ഏകദേശം ഒരു മണിക്കൂറിന് മേലെയായി. ഓക്കെ, 1.5 മണിക്കൂറായിട്ട് ഇതിന് മുകളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂ ഈ ഏരിയ സപ്പോർട്ട് എടുക്കുന്നു, സപ്പോർട്ട് മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ആക്ച്വലി ഈ ഏരിയയിൽ നിന്ന് ഇത് താഴത്തോട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്നെങ്കിൽ, അതായത് ഈ ഏരിയയിലോട്ട് ഇവിടെ നിന്നും മാർക്കറ്റ് ഇത് ആദ്യത്തെ ഒരു മണിക്കൂറത്തെ റേഞ്ചാണ്. ഇതിൻ്റെ ഹൈ ഇതാണ്. ഇത് ബ്രേക്ക് ചെയ്തു, ആളുകൾ റീറ്റെയിലേഴ്സ് കയറി ഇതിനകത്ത് മുകളിലോട്ട് അട്രാക്ട് ചെയ്തു റീറ്റെയിലേഴ്സുള്ള ബയേഴ്സിനെ. പിന്നെയും മാർക്കറ്റ് റെസിസ്റ്റൻസ് ഏരിയയാണ്. മൾട്ടിപ്പിൾ ടൈം ഏരിയ സെല്ല് ചെയ്തിട്ടുണ്ട്. സോ സെല്ലിങ് വരുന്നു, ആൾക്കാർ ഇവിടുന്ന് ബൈ ചെയ്യുന്നു, സെല്ലിങ് വരുന്നു, ബൈ ചെയ്ത് മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ ക്യാൻഡിൽസിൻ്റെ പ്രത്യേകത നോക്കുക, കണ്ടോ, ഇവിടെ പിന്നെയും സ്ട്രോങ് ഉണ്ടായിരുന്നു, ഇവിടെയും സ്ട്രോങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലെ ക്യാൻഡിൽ ശ്രദ്ധിക്കുക, തീർത്തും സ്ട്രോങ് അല്ല, റീറ്റെയിലേഴ്സിനെ കയറ്റി. പക്ഷേ മാർക്കറ്റ് ഈ ഏരിയയിലോട്ട് താഴത്തോട്ടൊന്നും ഇങ്ങനെ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ, ഓക്കെ, താഴത്ത് ബ്രേക്ക് ചെയ്ത് റീറ്റെയിൽ ആയിട്ടുള്ള ഈ ഏരിയ കയറിയിട്ടുള്ളവരൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ പോയിരുന്നെങ്കിൽ, ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് മുകളിലോട്ട് ബൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ റീറ്റെയിൽ ആയിട്ടുള്ള ഈ വന്നവരെ അറ്റ്ലീസ്റ്റ് ഇത്രയും താഴത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു വട്ടം താഴത്തോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം പോകുമെന്ന് പറയാൻ പറ്റില്ല. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് എൻട്രി. അപ്പോൾ നമുക്കൊരു നല്ലൊരു പെർഫെക്ഷൻ എൻട്രി ക്യാൻഡിൽ വേണമായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ ഇൻഡിക്കേറ്റർ ഓപ്പൺ ചെയ്തു, നമുക്കൊരു ക്യാൻഡിൽ കിട്ടി, നമ്മൾ എൻട്രി എടുത്തു. പൊസിഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം. 52,300 പി ആണ് ബൈ ചെയ്തിരിക്കുന്നത്, 90 ക്വാണ്ടിറ്റി. നമുക്കിനി നോക്കാം എന്താണ് മാർക്കറ്റ് നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യം. ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷം നല്ലൊരു ബ്രേക്ക് ഡൗൺ ആണ് താഴത്തോട്ട് തന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് ഈ വന്നവരെല്ലാം റിമൂവ് ചെയ്തു. ഓക്കെ, ഈ കയറിയിട്ടുള്ളവരെല്ലാം റിമൂവ്, ഒരു സിംഗിൾ ക്യാൻഡിൽ റിമൂവ് ചെയ്തു. 1:1 വരെ നമ്മളിപ്പോൾ ഏകദേശം 7,000 രൂപ അടുത്ത് പ്രോഫിറ്റോളം നമുക്കിവിടെ ഈ ഒറ്റ മൂവിൽ തന്നെ കിട്ടിയിരുന്നു. ഓക്കെ, നിയർലി നോക്കുക, 1:1 വരെ നമ്മൾ അച്ചീവ് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ കോസ്റ്റിലോട്ട് എൻ്റെ പൊസിഷനെ ഷിഫ്റ്റ് ചെയ്തു. ഏകദേശം ഇപ്പോൾ നിയർലി 5,000 രൂപ അടുത്ത് 5,000 നിയർലി പ്രോഫിറ്റാണ് നിൽക്കുന്നത്. സോ ഈ ഒരു മൂവ് കണ്ടിന്യൂവേഷൻ ഉണ്ടാകണം, താഴത്തോട് കണ്ടിന്യൂവേഷൻ ഉണ്ടാകണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഏരിയയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ വന്നവരെ റിമൂവ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുന്ന് താഴത്തോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്ലോസ്റ്റഡി പിന്നെ ഇതിങ്ങനെ മുകളിലോട്ട് പോകും. ബിക്കോസ് നാളത്തെ ദിവസം സാറ്റർഡേ വലിയ ബാങ്കുകളുടെ റിസൾട്ട് അനൗൺസ്മെൻ്റ് ആണ്. അവരുടെ ക്വാർട്ടർലി റിസൾട്ട്സ് എല്ലാം അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് ആണ് സാറ്റർഡേ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ബ്രേക്കൗട്ട് നടത്തി ഈ വന്നവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തു. എനിക്ക് ഈ ഒരു മൂവ് താഴത്തോട്ട് ചെയ്തോ വന്ന് ഈ ഒരു ഏരിയ വരെയൊക്കെ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ച്. പക്ഷെ അത് എത്തിയില്ല, തിരിച്ച് റിവേഴ്സ് ആയി പോകുന്നു. ഞാൻ കോസ്റ്റ് എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ നമുക്ക് 1:3 അച്ചീവ് ആകണം, ഇല്ലെങ്കിൽ കോസ്റ്റിൽ ബ്രോക്കറേജ് കൊടുക്കാനുള്ള പൈസ മാത്രമേ നമ്മളിവിടുന്ന് പിന്നെ നോക്കുന്നുള്ളൂ. കണ്ടിന്യൂഷൻ ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ എൻട്രിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നാളത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ് സാറ്റർഡേ. സോ അതുകൊണ്ടായിരിക്കും മേ ബി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ഇതേപോലുള്ള കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളോട് പറയും മുകളിലോട്ട് പോകുന്നു, നമ്മൾ ഔട്ട് ചെയ്തതിനു ശേഷം ഒരു മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഒബ്വിയസ്ലി നടത്തുന്നത്. ഇത് ക്ലിയർ ട്രാപ്പിംഗ് ആണ്. സോ ഈ ട്രാപ്പിനെ മനസ്സിലാക്കാതെ ഒരിക്കലും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഈ ക്യാൻഡിൽ നമ്മൾ നമ്മുടെ പൊസിഷനെ കോസ്റ്റ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി മാർക്കറ്റ് വോളറ്റൈലാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, ഇതേപോലുള്ള ലിക്വിഡിറ്റി ഹണ്ടിങ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഓപ്പറേറ്റേഴ്സിന്റെ ട്രാപ്പുകളെ മനസ്സിലാക്കുന്നതാണോ, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടാണോ ഇന്ത്യൻ മാർക്കറ്റ്
മൂവ് ആവുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ ട്രേഡിംഗ് ഒരിക്കലും നടക്കില്ല, ലിക്വിഡിറ്റി ഹണ്ടിങ്ങൊന്നും ഒരിക്കലുമില്ല, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് വളരെയധികം എനർജി തരുന്നത്. പുതിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക, കണ്ട് മനസ്സിലാക്കുക, അനാലിസിസ് നടത്തുക, മാർക്കറ്റിനെ മനസ്സിലാക്കി മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഹൈ ബട്ടണും കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഏവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.